ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഉഷാറല്ലേ? ഹാപ്പി അല്ലേ? അല്ലേ ഗൈസ്? നമ്മളിപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ്. എല്ലോറ കേവ്സ് പോയി. എല്ലോറ കേവ്സ് ആയിരുന്നു നമ്മുടെ ലക്ഷ്യം. ഓക്കെ, എല്ലോറ കേവ്സ് കാണണം, അത് കണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം മൊത്തം. ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. എല്ലോറ കേവ്സിൽ രാവിലെ തന്നെ അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ കിട്ടി. അത് ഇന്നലത്തെ വ്ളോഗിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് പൂനെ പോവാം, അല്ലെങ്കിൽ ഒന്ന് മുംബൈ പോവാം, പിന്നെ വേറെ എന്താ പറയുക ആന്ധ്രാപ്രദേശ്, അല്ലെങ്കിൽ പിന്നെ കർണാടക തന്നെ വീണ്ടും പിടിക്കുക എന്നുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇരുന്ന് ആലോചിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്തി. നമ്മളിപ്പോൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവാണ്. ബാംഗ്ലൂർ. ഓക്കെ, ഇന്നിപ്പോൾ 11-ാം തീയതി അല്ലേ? നോക്കട്ടെ, സമയം ഡേറ്റ് ഒന്നും ഓർമ്മയില്ലേ? ഇന്ന് 11-ാം തീയതി വൈകുന്നേരമായി. ഇവിടുന്ന് ഏകദേശം 16 മണിക്കൂറുണ്ട് ബാംഗ്ലൂരേക്ക് യാത്ര. നമ്മളിപ്പോൾ കുറേ ഓടി, ഒരു 4 മണിക്കൂർ ഓടി. ഇനിയിപ്പോൾ ഒരു 12 മണിക്കൂറും കൂടി ഉണ്ട് ബാംഗ്ലൂരേക്ക് യാത്ര. അവിടെ പോയി സ്റ്റേ അടിച്ച് ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നാട് പിടിക്കും. നാട് പിടിക്കുന്ന ആ റൂട്ട് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവും കൂടി കണ്ടിട്ട് ഇങ്ങനെ പോകും നാട്ടിലേക്ക്. അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. ഇനി ഏത് നിമിഷവും അത് മാറാം. ഇപ്പോൾ അതാണ് പ്ലാൻ അല്ലേ ശിവ? ഇത് ഇത്ര വട്ടം തീർന്നോ? അതന്നെ വെള്ളിച്ചാ ഒഴിക്കലേണ്ട മോനെ. വണ്ടി നാട്ടിൽ പോയിട്ട് വാഷ് ചെയ്യണമെന്ന്. എൻ്റെ അമ്മോ, അതൊരു പൊളിയാണ്. രണ്ടും നീ കാണൂലടാ? ഉണ്ട്, പൊളി. വേറെ കുപ്പി വാങ്ങിയില്ലേ കൂട്ടാ? എന്നുണ്ട് യാത്ര? ആ പറച്ചെല്ലാം അറിയാം. അതെ, എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന സ്ഥലത്ത് അത് ശരിയാ. എനിക്ക് സർവീസിന് കയറ്റണോടാ, പോയിട്ട് സർവീസിന് കയറ്റിയിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റാക്കാൻ. ഓ ശരിക്കടി. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ചളിയായിട്ടില്ല കേട്ടാ. അത്യാവശ്യം നല്ല ഹൈവേസ് ആണ് കൂടുതലും. പറയാണ്ടിരിക്കാൻ പറ്റില്ല. റോഡ് നല്ല കിണ്ണൻ റോഡുകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയൊരു ചളി ഇതൊന്നുമില്ല. ഒന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി വിട്ടപ്പനാവും. ശരിയാ, ആ മിക്സറും കൂടി മിക്സതാ. 10:51 10 മണിക്കൂറും കൂടി ഡ്രൈവ് ഉണ്ട്. അശ്വിൻ സാർ ഡ്രൈവിങ്ങിലാണ്. കണ്ട ലോറിയിൽ ഓടിക്കുന്ന പോലെയാണ്. കയ്യെല്ലാം പിടിച്ച് വലിയ ഡ്രൈവറാ. എന്താ ടർക്കി ബാക്കിലേക്ക് തന്നു. മടിയിൽ ടർക്കിയെല്ലാം വിരിച്ചിട്ടാണ് അവൻ ഡ്രൈവ് ചെയ്യാം. അവന്റെ ഉള്ളിലിരുത്തെ ജിമ്മിലെല്ലാം മുമ്പ് ഇടുന്നത് അത് പൊളിക്കും. അതാണ്, അശ്വിനാണ് ഇപ്പം കുറെ നേരമായിട്ട് ഓടിക്കുന്നത്. എനിക്ക് ഓടിക്കാൻ തരുന്നില്ല. ഞാൻ ഒന്നെങ്കിൽ ഡ്രൈവിങ് ഇല്ലെങ്കിൽ ഉറക്കം. അതാണ് എൻ്റെ ഒരു രീതി. ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ്. പിന്നെ ഉറക്കം വരുമ്പോൾ ഞാൻ അശ്വിനോട് ഒരു അശ്വിനെ എടുത്തോ, പിന്നെ ബാക്കി അവൻ എടുത്തു. അല്ല അശ്വിനെ ടാഗ് ടീമാണ് നമ്മളിപ്പോൾ കർണാടക കയറില്ല. കർണാടക കയറി. ഓ, ഇടയ്ക്കിടയ്ക്ക് പോലീസ് നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ഫ്രണ്ടിലത്തെ പോലീസിന്റെ ലൈറ്റിലുകൊണ്ട് നമ്മളെ പിടിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസാണ്. കണ്ണൂർ സ്ക്വാഡിലെ മമ്മൂട്ടി പോകുന്നല്ലേ എങ്ങനെ? സാർ ഓക്കെ, അത് ഓഫാക്കിയാൽ ചിലപ്പോൾ പിടിക്കും. ഫാസ്റ്റാഗ് അശ്വിന് ഇല്ലോണ്ട് സെറ്റായി. ഇതൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നു അവർ, പക്ഷേ വണ്ടി മാറ്റിയപ്പോൾ അത് വർക്കാവുന്നുണ്ടായില്ല. പിന്നെ പുതിയതാക്കിയത്. ഒരു നിമിഷം ഞാൻ വിചാരിച്ച്. പിന്നെ വേറെ കാര്യം നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളൊരു സംഭവം എന്താ പറയുക, നമ്മളിപ്പോൾ വിചാരിക്കുമ്പോൾ നമ്മൾ മഹാരാഷ്ട്ര വരെ പോയിട്ട് എന്തോ ഒരു സ്പോട്ട് മാത്രം പോയിട്ട് തിരിച്ചു വന്നിട്ട് വേറൊന്നല്ല. നമ്മളെ മെയിൻ ലക്ഷ്യം എല്ലോറ കേവ്സ് ആയിരുന്നു. അത് കണ്ടു. പിന്നെ അജന്തയിൽ പോയി കഴിഞ്ഞാലും ഈ സിമിലർ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ ട്രക്കിംഗ് ഒക്കെ പോയാലും, അല്ലെങ്കിൽ മറ്റേരല്ല നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലം, അവിടെ പോയാലും ഭയങ്കര വെയിലാണ്. രാവിലെ ആ കുറച്ച് മണിക്കൂർ കിട്ടണം. അത് കഴിഞ്ഞാൽ ഫുള്ള് വെയിലാണ്. നമുക്ക് എന്തായാലും മടുക്കും. പിന്നെ എനിക്ക് പേഴ്സണലി താല്പര്യം ഈ ഡ്രൈവാണ്. ഓരോ നാട്ടിൽ നിന്ന് ഓരോ നാട്ടിലേക്ക് പോകുന്ന ആ ഡ്രൈവില്ലേ, ആ ഡ്രൈവിൽ പോകുമ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ കൾച്ചർ കാണും, അവിടുത്തെ ഫാമിങ് കൃഷികൾ കാണും. ഇന്നലെ നമ്മൾ പോയില്ലേ, അതുപോലെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഓരോന്ന് കാണുമല്ലോ. അതാണ് എനിക്കിഷ്ടം കൂടുതലും. പിന്നെ ഏതെങ്കിലും ഒരു മെയിൻ സ്പോട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരിക എന്നല്ലാണ്ട് അവിടെ ഇല്ല എല്ലാം കാണണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. അല്ല ശരി, ഈ ഡ്രൈവിൽ ഇങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവുക, ഇടയ്ക്ക് നിർത്തുക, ചായ ഒക്കെ കുടിക്കുക, ഇങ്ങനെ പോവുക വീണ്ടും. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് നടക്കുന്നുണ്ട്, ഇപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇവിടുന്ന് തുടങ്ങി നമ്മൾ കണ്ണൂരിൽ നിന്ന് അങ്ങനെ തുടങ്ങി നേരെ മംഗലാപുരം വഴി ഗോവ പിടിച്ച്, ഗോവയിൽ നിന്ന് പിന്നെ ആദ്യം നോർത്ത് ഗോവയിൽ പോയി, പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് വന്ന്, പിന്നെ ഗോവ ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ
പിന്നെ മഹാരാഷ്ട്ര കയറി. മഹാരാഷ്ട്രയിൽ നിന്ന് പിന്നെ വീണ്ടും പിന്നെ ഇത് വന്ന് കർണാടക. ഓഹ് നല്ല ഓട്ടോടി. പക്ഷെ രസമായിരുന്നു. ഇന്നത്തെ ആ യാത്രയില്ലേ, ഗോവയിൽ നിന്ന് നമ്മൾ മഹാരാഷ്ട്ര പോയത്, ആ യാത്ര, ആ റോഡും ഹൈവേ കയറുന്നതിന് മുന്നേ ഈ ഉൾനാട്ടിലെ കൂടെ ഇങ്ങനെ കുറെ പോയി. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അഖിലേട്ടൻ ഇപ്പോഴും ഉറങ്ങിയില്ലേ എൻ്റെ അമ്മേ? ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ അഖിലേട്ടൻ ഇല്ല. പിന്നെ അഖിലേട്ടന് ഹിന്ദിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിയത്. ഹിന്ദി ഇപ്പൊ ഈ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താ പറയാ, ഹിന്ദി പഠിക്കണം അല്ല സാർ. ഹിന്ദി ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സീനില്ല. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് പോവാം ധൈര്യമായിട്ട്. ഇംഗ്ലീഷ് നമുക്ക് അറിയെങ്കിലും അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ട്, അവർക്ക് അറിയില്ല. അപ്പോൾ ഹിന്ദി പഠിക്കുന്ന ഒരു മികച്ച ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിങ്ങനെ പോയി ഒരു 10 മണിക്കൂറും കൂടി യാത്രയുണ്ട്. സന്ധ്യയായി തുടങ്ങി. മെല്ലെ നിർത്തി പോവാം നമുക്ക്. ചായ എല്ലാം കുടിച്ച് വടാപ്പാവെല്ലാം കഴിച്ച്. ഇനിയില്ലല്ലോ, അത് കഴിഞ്ഞു. മഹാരാഷ്ട്രയിലായിരുന്നത്. പിന്നെ നമ്മൾ മുംബൈ പോകാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മുംബൈ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ മുംബൈ എത്തുമ്പം നല്ല നൈറ്റാവും. അങ്ങനെ പോയിട്ട് പിന്നെ ഒന്നും കാര്യമില്ല. പിന്നെ ഇങ്ങോട്ട് വരാനായി. അതുകൊണ്ട് പിന്നെ അവിടുന്ന് തിരിച്ച് മഹാരാഷ്ട്ര എത്തണം. പിന്നെ നമുക്ക് ഇങ്ങനെ വരണം. പിന്നെ അത് നമ്മൾ അങ്ങോട്ട് പോയ റൂട്ട് തന്നെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. അതിന് വരെ നമ്മളൊരു വെറൈറ്റി റൂട്ട് ബാംഗ്ലൂർ വഴി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ വൈൽഡ് ലൈഫ് എല്ലാം ഒന്ന് കണ്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു രസമല്ലേ ബാംഗ്ലൂരിൽ. മറ്റേ ഇതിൽ ബന്ദിപ്പൂരിൽ നമുക്ക് രാത്രി കയറാൻ പറ്റുള്ളൂ. രാവിലെ മാത്രമേ കയറാൻ പറ്റൂ. മോർണിംഗ് റൈഡ് ഉള്ളേ അല്ലേ? ഓക്കെ. അതായത് ഉച്ചക്ക് മുന്നെല്ലാം പോയി കഴിഞ്ഞാൽ കയറാറാ. ജിയോ, അതെ, ജിയോയിൽ അടിച്ചു കഴിഞ്ഞാൽ എന്താ ഇത്, ജിയോയിലേക്ക് അടിക്കാനുള്ള ആൾക്കാരാ. എൻ്റെ ചെന്നായി എങ്ങനെ നമുക്ക് കയറും? ഇത് ഫുള്ള് ട്രാഫിക്കാണ്. എന്നിട്ടോ അവിടെ ഫുള്ള് ആൾക്കാരാ. ഡ്രൈവർ ചേഞ്ച് ആയി. രസാണ് ഇങ്ങനെ മാറി പിടിച്ചു. ഇപ്പോഴും ഉറങ്ങാം. നല്ല ഗ്രാമാന്തരീക്ഷമാണ്. കുറച്ച് മുന്നേ വരെ അതുണ്ടായില്ല. ഈ ബസ് കണ്ട ഇത് പുതുക്കൊന്നും വേണ്ട, പേപ്പർ വർക്കൊന്നും ഇത് ടെസ്റ്റ് ചെയ്യില്ല നേരം. എന്താണ് ഇത്? ഓ, ഇത് മനുഷ്യന്മാർക്ക് പോകാനല്ലേ? ഫ്രൈഡ് റൈസ് വിത്ത് ഇതെന്നാ പറഞ്ഞത്? 65 വിത്ത് വെള്ളം വിത്ത് 2 ദോശ കഴിഞ്ഞു. ഫുഡ് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് എന്തെല്ലോ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ബോർഡറും വായിച്ചിട്ടേ ചാർജി പിന്നോളം ചോദിച്ചിട്ടേ എന്തെല്ലോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിലാണ് ഇവിടെ ക്രിക്കറ്റ് കളി വെച്ചിട്ടുണ്ട്. അത് നോക്കാൻ പറ്റുന്ന നോക്കിട്ട് പോകും. നോക്കട്ടെ. ചെന്നൈയില്ല ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ അറിയില്ല. എനിക്ക് റോഡും കാണുന്നില്ല. നമ്മളിപ്പം ബാംഗ്ലൂർ എത്താനായി. ഇനി 50 മിനിറ്റ് കൂടി ഉള്ളൂ. പക്ഷെ പോന്നാക്കി ഹെവി കോട. എൻ്റെ മോനെ ഭാഗ്യം ഇങ്ങോട്ട് വണ്ടി വരാത്തത്. ഹൈവേ ആയതുകൊണ്ട് കുറച്ച് നേരം നോക്ക് വെയിലാട്ടെ ഉച്ച വരെ ഏറ്റവും അമ്മോ. പോയി. എന്തായാലും കോടയാണ്, അധികം പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്തിട്ട് പോവാ. നമ്മൾ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്തി. അവിടെ തന്നെ ഈ നാട്ടിലേക്ക് ഒരു 6-7 മണിക്കൂർ കേട്ടോ. അത് പക്ഷേ നമ്മൾ ഇന്ന് പോകുന്നില്ല. ഇന്ന് ഇവിടെ സ്റ്റേ അടിച്ച് റൂമെടുത്ത് കിടന്നുറങ്ങി നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ ഇനി കേട്ടോ. ഇങ്ങനെ നോക്കുമ്പം വലിയ സീനില്ല, പക്ഷെ വണ്ടി കയറി ഓടിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഓ, ഞാൻ വിചാരിച്ച ആ ഒരു വീഡിയോ കിട്ടുന്നില്ല. നമ്മൾ ബാംഗ്ലൂർ എത്തി. നന്ദി ഹിൽസിലെത്തി. നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടി. അടുത്ത തിരക്കണ്ട ബിവറേജാ. എൻ്റെ മോനെ എന്നാ കോട്ട സ്റ്റിപ്പറുള്ളതുകൊണ്ട് ഏത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതും എത്ര നേരം കയറേണ്ടതൊന്നും അറിയില്ല. കയറി നോക്കാം. അങ്ങനെ സൂര്യൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശനെ ഈ ലൈൻ നിന്നതിൽ വെറുത്തായിരിക്കണം സാധനം, ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. എത്ര നേരം ലൈൻ എന്നറിയാം. എന്നിട്ട് ജീപ്പേ ആണെങ്കിൽ വർക്കാന്നില്ല. കാരണം അവിടെ സിഗ്നലില്ല. കുറേ ആൾക്കാരായതുകൊണ്ട് സിഗ്നലില്ല. KSRTC അല്ല. ഞാൻ ആദ്യം
ഷോർട്സ് ആയിട്ടുണ്ട്. അയ്യോ അതെ അശ്വന ഇത് സംഭവം വെർത്തായിരിക്കും ആയിരിക്കും. ഇവിടുത്തെ അമ്പലം ഉണ്ടോ? കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന അള്ളിയാ. ആണ് സ്പോട്ട്. കോട കുറവന്നു അല്ലേ? സാധനങ്ങൾ മെല്ലെ പൊങ്ങി വരുന്നുണ്ട്. വേറെ കാര്യം വേട്ടെ, അത്ര ഹൈപ്പിനുള്ള സാധനമൊന്നുമില്ല കേട്ടോ. ഇന്ന് കോട ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കോട നല്ലൊരു ചെറിയ കോട വരുന്നുണ്ട്. ആശിനെ ആ സൈഡിൽ നിന്ന് അത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഇങ്ങനെ മൂടി അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ഒന്നുമില്ല. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ കുളിക്കുന്നവരെ കാണാം. അതുകൊണ്ട് ഇന്ന് കോടയൊന്നുമില്ല. പിന്നെ മരണത്തിരക്ക്, ഈ തിരക്കിൻ്റെ ഇടക്ക് പിന്നെ എന്താ പറഞ്ഞ കുളിയുന്നു. ഈ തിരക്കിൻ്റെ ഇടക്ക് പിന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം അങ്ങനെ കാണാൻ ഉണ്ടാകും. അതാ ഇവിടുത്തെ ആചാര. ഈ കൂന്ന എന്താന്ന് നമുക്കറിയില്ല. നല്ല പാട്ടും വെച്ചിട്ട് കോപ്പി റൈറ്റ് ചെയ്യാൻ ഓഫാക്കണം. അച്ഛനെ ശരിയാ ഓക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് നോക്കി വാ കേട്ടാ. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപ, വണ്ടിക്ക് വേറെ 40 രൂപ 50 രൂപ. വാഹാവോ സൂര്യൻ മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിക്കുന്നത്. നമ്മളിവിടുന്ന് പോവാണ്. ഇപ്പം നമ്മൾ സ്മാർട്ടായിട്ട് മൂവ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വണ്ടി എടുത്ത് പോവാം. ഇവിടെ അധികം നിന്ന് കഴിഞ്ഞാൽ ഈ ഫുൾ ട്രാഫിക്കിൽ നമ്മൾ പെടും. ഇതിന് പ്രത്യേകിച്ച് കാണാനില്ല. ഓക്കെയാണ്. ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് നമ്മളെ നന്ദി ഹിൽസ്. ഓക്കെ, നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വരിക. നിങ്ങൾ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾ ഓൾറെഡി വന്നവരാണെങ്കിൽ ആ എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, വേറൊന്നും പറയാനില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പല പല സ്ഥലങ്ങൾ തേടി പോകണം. നിങ്ങൾ ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് പോവാണ്. വണ്ടി പോയി പിന്നെ റൂമെടുത്ത് ഒന്ന് സെറ്റായി ഉറങ്ങണം. പിന്നെ ഇതിൻ്റെ മറക്കണ്ട, കോട്ടർ സിപ്പർ നമ്മളെ ബൈക്സോണിൻ്റെ ബ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ ബൈക്സോൺ ക്ലോത്തിങ് ബ്രാൻഡ് നിങ്ങൾ മറക്കണ്ട. ലെറ്റ്സ് ഗോ. എല്ലാവരും കയറി വരുമ്പോൾ നമ്മൾ ഇറങ്ങുന്നു കേട്ടോ. ഇതാണ് മാസത. ട്രാഫിക്കില്ലാണ്ട് പോവാ. നല്ലൊരു ഇതാണത്. റേറ്റ് ഈ സ്ഥലം നടന്നുറങ്ങുന്ന പറ. ഈ റേറ്റ് ഈ സ്ഥലം 18. അത് ശരിയാ. എല്ലാരും നല്ല പറയുമ്പോ നമ്മൾ നല്ല പറഞ്ഞിട്ടില്ലെങ്കിലേ നമ്മളെ ഗ്യാങ്ങിൽ ചേർക്കൂല അച്ഛനെ. അതെ, നീയൊക്കെ കണ്ടിട്ടുണ്ടോ നന്ദി ഹിൽസ്? അയ്യോ സംഭവം ഓക്കെയാണ്. ഞാൻ പ്രതീക്ഷിച്ച നല്ല ആൾക്കൂട്ടം പ്രതീക്ഷിച്ച എവിടെ അറിയാം, എല്ലോറ കേവ്സിലാ. ഷാഡ ഒരു മനുഷ്യനും അത് കഴിഞ്ഞിട്ട് കുറെ സ്കൂൾ പിള്ളേരും കാര്യങ്ങളും വന്നു. പക്ഷേ നമ്മളവിടെ 3 മണിക്ക് എത്തി. അയ്യോ അവർ നോക്കുമ്പോൾ നമ്മളെ ഫോർച്യൂണർ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഗൈസ് വേറെ സംഭവമുണ്ട്. ഇതാണ് നമ്മളൊരു ടൈപ്പ് ഓഫ് എക്സ്പ്ലോറിങ് കേട്ടോ. അല്ലാണ്ട് ഉച്ചവരെ സൂര്യൻ ഫുള്ള് പൊങ്ങുന്ന വരെ നിൽക്കണം അങ്ങനത്തെ ഒന്നുമില്ല. അതെ, അശ്വിന് എത്ര പെട്ടെന്ന് റൂമിലെത്തിയാൽ സംഭവം നമുക്ക് കുറേ ഡ്രൈവ് സ്പോട്ട് ഒന്ന് കാണുക പോവുക. അല്ലാണ്ട് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കിടന്ന് വായും പിരിച്ച് കിടന്ന് സ്പീക്കറിൽ പാട്ട് വിട്ട് ഒച്ചപ്പാടാക്കി അങ്ങനത്തെ ഒരു എക്സ്പ്ലോറിങ് അല്ല. അതുകൊണ്ട് നമ്മൾ വേഗം പോകും കേട്ടോ. ഇത് നമ്മൾ ഈ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് ഒറ്റ പോക്കുക അത് കേട്ടോ. ഓക്കെ, ഈ സ്ഥലത്ത് വേറൊരു കാര്യം, നമ്മൾ നല്ലത് കണ്ടത് നമ്മൾ നല്ലത് പറയണല്ലോ. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫുള്ള് കച്ചറകളൊന്നുമില്ല. അതായത് നോക്കി റോഡാണെങ്കിൽ ഫുള്ള് നല്ല ടാർട്ട് റോഡ്, മുകളിൽ നല്ല പാർക്കിംഗ് സൗകര്യം, നല്ല സെറ്റാവും. നമുക്കിതൊന്നും ദഹിക്കുന്നില്ല അല്ലേ. നല്ല സംഭവം എന്താ പറയുക, അവൻ ടേസ്റ്റ് മാറി. നമ്മുടെ ടേസ്റ്റ് ഇപ്പം ഈ ഒച്ചപ്പാടും ബഹളവും സ്ഥലമല്ല. നമുക്ക് ശാന്തി സമാധാനം അതുപോലെ തന്നെ സ്ഥലങ്ങൾ കാണാനില്ല. നമുക്ക് ആ ഡ്രൈവ്, ആ സംസാരം,
ആ മൊമെന്റ്സ് അതാ നമ്മളിപ്പോ എൻജോയ് ചെയ്യുന്നു. അതാണ് സത്യം. ആ ഡ്രൈവ് നമ്മൾ ഇഷ്ടപ്പെടുന്നു കൂടുതലും. മഹാരാഷ്ട്ര ടു നന്ദി ഹിൽസ്. അതെ മോനെ ഇതെന്താ ശരിക്കും സംഭവടാ? ഗവൺമെന്റ് വർക്ക് ഇത് എടുത്ത മറ്റേ വൈറ്റ് ഹൗസ് പോലത്തെ സംഭവം പിന്നെ മോനെ ഇത് ആയിരിക്കും. ഇത് ഗവൺമെന്റിന്റെ സംഭവമാണ്. ബാംഗ്ലൂർ ട്രാഫിക്കിന്റെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ട്രാഫിക്. 9 കിലോമീറ്റർ പോകാൻ 33 മിനിറ്റ് നേരത്തെ കണ്ടത്. ബാംഗ്ലൂർ ട്രാഫിക് ഹെവി. നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ നോക്കി എത്ര നേരമായത്. കണ്ടുപിടിച്ചു പക്ഷെ എത്തണ്ടേ? സൈഡിലൊന്നും പാർക്കിംഗ് ഇല്ല. ഈ കെയോട്ടിക്കിൽ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പക്ഷെ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അമ്പലം വരെ ഉണ്ടാവും. ഒരു നിമിഷം കണ്ണൊന്ന് തെറ്റിയ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ തീർന്നു. ഈ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിലും താത്തിയിട്ടത്. അതെ ഒരു മണവും. അതെ ഇത് അടുത്തവരെയല്ലടാ. അഖിൽ ബ്രോ എന്താണ് ബ്രോ? ബാംഗ്ലൂർ ബ്രോ. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ഫോട്ടോസ് കാണിച്ചു കൊടുക്ക്. കില്ലാടി ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഫോൺ മിക്കവാറും എടുക്കും കേട്ടോ. ഐഫോൺ എനിക്ക് വെറുത്ത് തുടങ്ങിയിരിക്കുന്നു. ഐഫോൺ ഒരു സുഖം കിട്ടുന്നില്ല. പിന്നെ ഈ ഫോൺ ആക്ച്വലി പൊളി സാധനം കേട്ടോ. ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടില്ല മോനെ. എന്താ എൻ്റെ അഭിപ്രായം ഐഫോണിൻ്റെ? പക്ഷെ കുറേ സെറ്റിങ്സ് അതാണ് എനിക്ക്. ഐഫോൺ നമ്മൾ വളരെ സിമ്പിളാണ്. എടാ ഇവിടുന്ന് പൊളിക്കും കേട്ടോ ഷോട്ട്. ഇത് ഞാൻ എന്തിനാ ഫോട്ടോ എടുക്കുന്ന അറിയാം? ഈ ക്വാർട്ടർ സിപ്പറിൻ്റെ സ്റ്റോറിയുടെ അവരെ വെയിറ്റ് ചെയ്യുന്നു. ദേഷ്യം വരും. കേസ് നമ്മളിവിടെ റൂം എടുത്തോട്ടാ. റൂം എടുത്ത് രാവിലെ തന്നെ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ റൂമിലേക്കെല്ലാം ഷിഫ്റ്റ് ചെയ്യണം. നാളെയാണ് ചെക്കൗട്ട് ടൈം. നാളെ ഒരു 11:30 വരെ നമുക്ക് സമയമുണ്ട്. നിങ്ങൾ കുറ്റം പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. ഇടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പേടിയില്ലാത്തതുകൊണ്ട് ആ സ്പോട്ടല്ലേ ആരോട് പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ ലോക്ക് ചെയ്ത് തരണം. വണ്ടി പാർക്ക്ഡ്. നമുക്ക് റൂമിൻ്റെ കീ കിട്ടി. റൂമിലേക്ക് പോവാം. ഗൈസ് ദിസ് ഈസ് അവർ റൂം. കില്ലാടി. ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഡോറും തുറന്നിട്ടിട്ട്. വാഹാവോ ഇത് ഡബിൾ റൂമാട്ടോ. ഇവിടെ ഒരു റൂം അത് തുറന്നു നോക്കിയേട്ടാ. അതിൻ്റെ തുറന്നു നോക്കി. അതിൻ്റെ വ്യൂ നോക്കാം നമുക്ക്. ഒരു തേങ്ങയില്ല. ഓക്കെ ഒരു പുതിയ ബിൽഡിംഗ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ കിടന്നൊരു ഉറക്കമുണ്ട്. ഉറങ്ങിയിട്ട് വൈകുന്നേരം വരെ റെസ്റ്റ് മോഡ് ഓൺ. വൈകുന്നേരം നമ്മളൊന്ന് നൈറ്റ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും. അതിൻ്റെ ഉള്ളിൽ ലൈറ്റില്ല. ഗൈസ് നല്ല ഉറക്കം ഉറങ്ങി. നല്ല ഹെവി ഉറക്കം. എന്താ സുഖം. ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഞാനുണ്ട്, അശ്വിനുണ്ട്, അഖിലുണ്ട്. പിന്നെ അങ്ങോട്ടെന്താ എന്ത് ഹോട്ടൽ എനിക്ക് ഹെവി ആയിട്ട് അടിക്കാനാ ഫുഡ്. നമ്മളിപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാനും കോഫിയൊക്കെ കുടിച്ച് വെറുതെ ഒന്ന് നടന്ന് സിറ്റി ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. വണ്ടിയൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ നടന്ന് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകും. ബാംഗ്ലൂർ തെരുവുകളിലൂടെ. വാവ് വെറുതെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഇതെല്ലാം കുറേ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നുണ്ടാവും. എക്സ്പ്ലോറിങ് അതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലക്ഷറി വീട് ഉണ്ടോ? അതാണ് ബാംഗ്ലൂർ. ഇത് ബാക്കിയല്ല ഇതല്ല റൂമല്ല കേട്ടാ. ഇതൊക്കെ അതെല്ലാം വീട് വലിയ വീടല്ലാന്നോ അല്ലേ? റൂമാകുമ്പോ ഇനി ഒന്നും പറയാൻ പറ്റില്ല. വീടെല്ലാം രാവിലെ ഉണ്ടാവും ഒരു കെയോസ്. എല്ലാവരും ജോലിക്കെല്ലാം പോകാൻ നോക്കുമ്പോൾ രാവിലെ എണീറ്റ് ഫുള്ള് കോലം വരച്ച രാവിലെ എണീറ്റ് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളവും ഹോണടിയും. അത് ഡെയിലി കേൾക്കുന്ന ആലോചിക്കെ ചെങ്ങായി ഭ്രാന്താവും. കുറച്ച് ദിവസം ഓക്കെ. ഇങ്ങോട്ടാവും. ഇവർ എവിടെയോ അഡ്രസ്സ് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണെന്നൊരു പിടിയില്ല. നമുക്ക് വീട്ടിൽ റൂം എടുക്കാം. അപ്പൂട്ടിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പു നല്ല ഉറക്കമാണ്. പിന്നെ അവൻ്റെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്നില്ല. അവൻ ഉറങ്ങട്ടെ. അത് ശരി. നമ്മളെ ഡോർ ലോക്കായിട്ടാണ് ഉള്ളത്. അവനെ ഉള്ളിൽ നിന്ന് വിളിച്ചാൽ കിട്ടണം. നമുക്ക് കയറണമെങ്കിൽ കിട്ടുമായിരിക്കും. ഇടുങ്ങിയ സ്ട്രീറ്റ്. എൻ്റെ ചെങ്ങ. ഞാൻ ഒരു സ്പ്രേ വാങ്ങി. വെറുതെ ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ നല്ല സ്മെല്ലാന്ന് തോന്നി വാങ്ങി. അടിപൊളിയായിട്ട്. അത് ലാസ്റ്റ് ലോങ്ങിങ് ആണെന്ന് പറഞ്ഞത്. അത്രത്തോളം സത്യം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷൂസ്. ഹായ് നമസ്കാരം. എന്താ പേര്? ജോജ്. നാട്ടിലൂടെ? ഓക്കെ. ഇവിടെ എന്താണ് പരിപാടി? പഠിക്കാനാണോ? ഓക്കെ ആണല്ലോ. ഞാൻ ഇന്ന് ഇവിടെ എത്തി, ബാംഗ്ലൂർ എത്തി. ഓക്കെ ബ്രോ, താങ്ക് യു. ഇപ്പം 2 ആളെ കണ്ടല്ലേ നമ്മളെ ടോട്ടൽ? ഇവിടെ ആംബുലൻസാ. കരിക്കടിക്കുന്ന കരിക്ക്. ഈ കരിക്കില്ലേ, ഈ കരിക്കിന് എന്തോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളെ ഗോവയിൽ നിന്ന് ഓടിച്ച കരിക്കുണ്ടല്ലോ, കരിക്കിന് എന്തോ ഒരു
അതിനായിട്ട് വേണ്ടി എന്തോ ആക്കുന്ന പോലെ പച്ചവെള്ളം ഒഴിച്ച പോലെ ഒരു മധുരവും ഒരു ഒറിജിനാലിറ്റി ഇല്ല. സ്റ്റിൽ എക്സ്പ്ലോറിങ്. ഫുള്ള് കോഴിക്കട സൈഡിൽ മട്ടൺ ബീഫില്ലേ ഇപ്പൊ സമയത്തായിടാ ഇനിയൊരു തിരക്ക് തുടങ്ങൂടെ. എൻ്റെ മോനെ എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാനും സ്കൂളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാനും അതെ. പക്ഷെ ഒരു രസമുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി ഇവിടുത്തൊന്നും നിൽക്കൂല. ജസ്റ്റ് വന്ന് വല്ലപ്പോഴും ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യുക, തിരിച്ച് നമ്മളെ വീട്ടിലെത്തുന്ന ഒരു സുഖമില്ലേ, അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഫുൾ ടൈം നിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. നമ്മൾ കുറേ ദൂരം നടന്നിരിക്കുന്നു, ഒരുപാട് നടന്നിട്ട് നമ്മൾ ചറപറ ഡെലിവറി ടീംസും അതും ഇതും തിരക്കാട്ട മൊത്തം. 15 മിനിറ്റ് നടക്കാനാ? അടിപൊളി. നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഈ വണ്ടീൻ്റെ പാർക്കിംഗ് ഒക്കെ ഇത് ക്രെയിൻ കൊണ്ട് എടുത്തു വെച്ചാ. എൻ്റെ മോനെ എടുത്തെങ്ങനെയാണോ 2 മരം. ഓ കില്ലാടി പാർക്കിംഗ്. ഇതേപോലെ കുറേ സാധനങ്ങൾ കാണാം ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. പിന്നെ പല പല ജീവിതങ്ങൾ കാണാം. നൈസാണേ. അപ്പോൾ അവിടെ പോ. നമസ്കാരം. ഇന്നലെ നമ്മൾ നല്ല ഒരു ഉറക്കമുറങ്ങി. നൈറ്റ് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു. അമേസിങ് പൊറോട്ട, കേരള പൊറോട്ട, അമേസിങ് പൊറോട്ട, അശ്വിൻ വിത്ത് ഫോൺ, അമേസിങ് പൊറോട്ട, അജുവേട്ടൻ കോട്ടസിപ്പർ നൈസാണ്, കോട്ടസിപ്പർ നൈസാണ്, ഷർട്ട് നൈസാണ്. പൊറോട്ട വിത്ത് കടലക്കറി വിത്ത് മുട്ട റോസ്റ്റ് ചിക്കൻ കറി. ഓക്കെ, ഇത് നമ്മൾ കഴിച്ച് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇപ്പം മോർണിംഗ് ആയി. മോർണിംഗ് ഇതാവും 11:39. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ച് ഒരു 12:30 ആകുമ്പോൾ 12:12 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. നേരെ ബന്ദിപ്പൂര് വഴി നമ്മൾ നാട് പിടിക്കും. ഓക്കെ, ആ ഒരു ഫോറസ്റ്റും കൂടി കണ്ടിട്ട് നമുക്ക് യാത്ര ആവാം. പിന്നെ അതുപോലെ വയനാടും ടച്ച് ചെയ്യുന്നുണ്ട്. പൊളിക്കും അത്. അപ്പോൾ ഫുഡ് കഴിക്കാം. കടലക്കറി അമേസിങ്. ചിക്കൻ കറി തരില്ല എനിക്ക്. ഇതായിട്ടുണ്ട് കടല. ഞാൻ ഫുഡ് ബ്ലോഗ് ആയല്ലോ. കുഴപ്പമില്ലേ? നമ്മൾ റെസ്റ്റോറൻറ്റ്സെല്ലാം വിളിക്കും. ഫ്രീ ഫുഡ് തരാം, ഫ്രീ ഫുഡ് തരാം. അത് ശരിയാ. ഞാനങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു മനുഷ്യനാണ്. മാഗിയും ചായയും എല്ലാ സ്ഥലത്തും മാഗി റിവ്യൂ. അമേസിങ് ബ്രോ, അമേസിങ്. അത് ശരി, ഞാൻ അറിയാണ്ട് ഓട്ടോമാറ്റിക്കായി താത്തു വന്നതാ. നമ്മളിപ്പം മൈസൂരിലേക്ക് പോയിട്ടുണ്ട്. മൈസൂർ റൂട്ടല്ല ഇത്, ബാംഗ്ലൂർ ടു മൈസൂർ റൂട്ട്. യെസ്, കിടിലം വ്യൂ. കിടില ഹൈവേ, വലിയ തിരക്കില്ല. ചേട്ടാ പോകുന്ന നല്ല ചാമ്പക്ക ഉണ്ട്. ഏതോ ഒരു ഗ്രാമത്തിലല്ലത്, ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല. ചാമ്പക്ക കണ്ടു, നമ്മളത് വാങ്ങാൻ വേണ്ടി പോകുന്നു. എടാ ഇതെന്താ ഇങ്ങനത്തെ ചാമ്പക്ക? ഹെവി ചാമ്പക്കയാണുള്ളത്. എൻ്റെ മോനെ, ചാമ്പക്ക വാങ്ങാം. ഏത് ഭാഷ ചോദിക്കും? സാമ്പിൾ കിടക്കുമോ? അത് ചാമ്പക്കല്ല, എന്തോ ഒരു അതേടാ, കഴിച്ചു നോക്കടാ. അതാണ് ചാമ്പക്ക എന്നാ ഇത് പിടിച്ചേ. ഞാൻ എടുക്കട്ടെ. ഒന്ന് പിടിച്ചേ. അല്ല, പക്ഷെ അതിന്റെ ഷേപ്പ് കണ്ടല്ലേ? നമ്മൾ ഇവിടുന്ന് വിട്ടു പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞത് ചാമ്പക്ക തന്നെ ഉറപ്പാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നാ. തെറ്റന്റെ ഭാഗത്താ. അതാണ് ഏടെല്ലാം എന്തെല്ലാം ചാമ്പക്ക ഉണ്ട്. എന്നാ മാങ്ങി പേരക്കി വാങ്ങിയാലോ? തിന്നോണ്ട് പോവാ. ഓക്കെ, പേരക്ക വാങ്ങാം. ചാമ്പക്ക ഇത് വാങ്ങാല്ലേ? ഇത് കുറച്ച്. ആ, 1 കിലോ. ഹാപ്പി ബർത്ത്ഡേ. നമ്മളിപ്പം പിന്നെ ബന്ദിപ്പൂര് വഴിയല്ല പോകുന്നത് കേട്ടോ. വെൽക്കം ടു രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. ഇത് കുറച്ചും കൂടി ഹെവി റൂട്ടാണെന്നാണ് പറഞ്ഞത്. ഫോറസ്റ്റിൻ്റെ ഇതിൽ ഇവൻ്റെ അശ്വിൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ബന്ദിപ്പൂര് വഴി പോകണ്ട, വേറെ റൂട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തന്നൊരു ഇതാണ്. ചിലപ്പോൾ മൃഗങ്ങളൊക്കെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അതുവഴിയാണ് പോകുന്നത് കേട്ടോ. കുട്ട എടാ, ആക്ച്വലി ഇവിടെ ഇതിലുണ്ടോ കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളും മറ്റേ പ്ലാസ്റ്റിക്കെല്ലാം എടുത്ത് കളയാൻ പറഞ്ഞു. വണ്ടിയെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്.
അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബസ് മറ്റേ ഫോറസ്റ്റ് റൂട്ടൊന്നും അങ്ങനെ ഇല്ലല്ലോ, പ്രീമിയം. അതാണ് HD കോട്ടയാണ്. അതാണ്. പിന്നെ ഇതിൽ കുറേ റൂൾസ് ഉണ്ട്. നോ ക്യാരിങ്, മറ്റേ ഈ ബുൾജറ്റ് വായിക്കുന്നില്ല, നോ സിപ്പിങ്. ആ പിന്നല്ലേ അതാ ഓനും കൂടി വരട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞത്, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ അശ്വിൻ ലോസ്റ്റ് ആയി പോയില്ല നമുക്ക്. അശ്വിൻ ഒരു നിമിഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ കൊണ്ടെത്തിച്ചു. എടുക്കണ മോനെ, ഇവൻ്റെ ഏട്ടനാണ് ഈ വഴി പറഞ്ഞു കൊടുത്തല്ലേ? കസിൻ ചേട്ടനാണ് ഈ വഴി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ രണ്ടൊക്കെ ഒന്നും വേണ്ട, അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. പറഞ്ഞാൽ മനസ്സിലായില്ല. ആ അപ്പോൾ വേറെ സംഭവം, ഇന്നലെ ഇവനെ മിസ്സായി നമുക്ക്. ഇന്നലെ നമ്മൾ എന്താ പറയുക പുറത്തൊക്കെ പോയി. ഇവിടെ പോയി ബാംഗ്ലൂർ മറ്റേ ഇതുണ്ടല്ലോ, ഒരു പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് കഴിഞ്ഞാൽ മൂന്നാക്കല്ലേ പോകാൻ പറ്റും. അപ്പോൾ 2 ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ 3 ആളും ഒരു ഓട്ടോറിക്ഷ കയറിയും പോയി. പറഞ്ഞാൽ ഞാൻ ബാക്കിൽ വന്നോളാം പറഞ്ഞിട്ട് ഇവൻ്റെ ഫോൺ നമ്മുടെ കയ്യിലായിപ്പോയി. ഇവർ ഏതോ ഹുദാവിൽ കൊണ്ട് ഇറക്കിയവർ. ഇവനാണ് നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിളിച്ചത് ഇവന് ഈ ഫോണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് ഫോണും ഇല്ല, നെറ്റും ഇല്ല, വിളിക്കാൻ നമ്പറും ഇല്ല, ഒന്നും ഇല്ലാണ്ട് നിന്ന സമയത്ത് നമ്മുടെ വൈബ് സോൺ കാണുന്ന ഒരാൾ, വീഡിയോ കണ്ട് ഇവനെ പരിചയമുള്ള ഒരാൾ ഇവനെ കാണുമ്പോൾ തന്നെ ഇത് സ്ട്രൈക്ക് അടിച്ച്, എന്നിട്ട് നന്ദകിഷോർ കൃത്യമായിട്ട് കൊണ്ടാക്കി. താങ്ക് യു നന്ദകിഷോർ, നീ ഇത് കാണുകയാണെങ്കിൽ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലും താങ്ക് യു. ഇവനെ ഞാൻ നമ്മൾ സത്യം പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ആളും ഒരു വണ്ടി പോയത്, ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നീ കൃത്യമായിട്ട് കൊണ്ടെത്തിച്ചു. താങ്ക് യു. അതെ, നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ വൈറ്റ് സോൺ കാണുന്ന പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇന്നലെ ബാംഗ്ലൂർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സന്തോഷം, ഇങ്ങനെ കാണുമ്പോൾ വന്ന് സംസാരിക്കുന്നതും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. സെറ്റാണ് കേട്ടോ. ഇന്നലെ മാളിൽ കണ്ടിട്ടുണ്ടായിരുന്നു തന്നെ, അല്ലാണ്ട് നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. വണ്ടി പോകുമ്പോൾ ആ അതെ, വണ്ടി പോകുമ്പോൾ ഉണ്ടായിരുന്നു അവിടെ. നൈസ്, ഐ ലൈക്ക് ഇറ്റ് അ ലോട്ട്. അപ്പോൾ പ്രഷർ കാരണം ഇവൻ്റെ എന്താ പറയുക, നമ്മളെ സുഹൃത്തിനെ നമുക്ക് തിരിച്ചു കിട്ടി. താങ്ക് യു സോ മച്ച്. അതെ, ബൈക്കിൽ അതെ കുറെ വേറെ എവിടെയോ കൊണ്ട് ഇറക്കി. അതെ അതെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ പിന്നെ ഫുൾ കൺഫ്യൂഷൻ ആവും. എന്നിട്ട് ഇവൻ നടന്നു പോവാ, ഞങ്ങൾക്ക് വഴി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്, പക്ഷേ ചെക്കൻ ബൈക്കിൽ വീട്ടിൽ നമ്മളെ അവിടെ കൊണ്ടാക്കി. താങ്ക് യു ബ്രോ, താങ്ക് യു. കാണുന്ന എവിടെയെങ്കിലും ഒരു ആനപ്പിണ്ടെല്ലാം കാണുന്നുണ്ട്. ഗിരടൻ ആനപ്പിണ്ടോ? അതെ, ആ ഒരു ആംബിയൻസ് എന്നാലേ ചാർജ് ചെയ്യാൻ പറ്റൂ. ഉണ്ട് അവര് ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് കാട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് പിണ്ടങ്ങളുണ്ട് കേട്ടോ സൈഡിലെല്ലാം. റേഡിയോ ആന ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ആമയാ. ആമേനെ പോലെ പോണെന്ന് മെല്ല 30 ഫോൺ അടിക്കാൻ പാടില്ലാന്ന് എന്തുകൊണ്ട് ഇവ ഫോറസ്റ്റ് ഓഫീസറിനെ കണ്ടിട്ട് ഫോൺ അടിച്ചു. അണ്ണാ എനിക്കും തോന്നി അതിബുദ്ധി ഒറ്റപ്പേര് അശ്വിനാ. ആനേനെ കാണുമെന്ന് അന്നറ പശു കാട്ടുപോത്തത് വാ. അപ്പൊ ഗൈസ് നമ്മൾ കണ്ട ചാണകമല്ല, അല്ല ആനപ്പിണ്ടല്ല, അതെ അതെ ഓക്കെയാണ്. ഒന്നിന് കണ്ടിട്ടാന്ന് പറയണം. അപ്പോൾ ഓക്കെ, ഒരു മൃഗത്തിനെ കണ്ടു, ഒരു കൂട്ടത്തിനെ കണ്ടു. പിന്നെ അടുത്ത എന്താ എങ്ങനെ നോക്കട്ടെ, ഇടരും ഉണ്ടാവും. പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ പുലിന്റെ പോസ്റ്ററിലുണ്ട് മോനെ. എൻജോയ് മദർ നേച്ചർ എന്ന് പറയുന്നത് അതാ ഫോറസ്റ്റുകാർ. എടാ അത് ഫോറസ്റ്റുകാർ തന്നെയാണോ? ഒരു ആനേനെങ്കിലും ഉച്ച ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഒരു രാവിലെയോ വൈകുന്നേരമോ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉച്ചമയക്കത്തിലായിരിക്കും എണ്ണം, ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടേ. രണ്ടെണ്ണത്തിന് കണ്ടേ, പോത്തും കുരങ്ങും ഫ്രഷ് സാധനങ്ങൾ. ഇതാ കണ്ടാ, ഇപ്പിട്ടാന്ന് ചൂടുണ്ടാ കണ്ടാ. എടാ ഈ എന്നാ ഉണ്ടാവും കേട്ടാ. നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളപ്പുറം കിടക്കണം. അതാണ് ഈ ഫോറസ്റ്റുകാർ ഒരു സംഭവം. ഇല്ലെങ്കിൽ ഫൈൻ അടിച്ചു തരും. അതാ കുരങ്ങൻ്റെ അടികൂടൽ കാണാം. ഇതൊന്നും AI അല്ല. എൻ്റെ മോനെ, ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ആനയാന്ന്, പക്ഷെ അല്ല, അത് കല്ലായിരുന്നു. മാനുണ്ട്, കുരങ്ങുണ്ട്. ഓക്കെ ഇതാ കണ്ടില്ലേ, ഇപ്പം മനസ്സിലായില്ലേ? ഇത് AI അല്ലാന്ന്. ഇത് ആക്ച്വലി വൈബില്ല സ്ഥലമാട്ടാ. അശ്വിൻ്റെ കസിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബന്ദിപ്പൂർ നമ്മൾ ഇതുവരെ കവർ ചെയ്തില്ല, പക്ഷെ
അവർ പോട്ടെ ഒരു ടാറ്റ മാസ്മരികം ഓഫ് റോഡ് ആയതുകൊണ്ട് പിന്നെ വിഷയമില്ല. അതൊരു പൊളി വ്യൂ. ഇതാ പോന്നു വേറെ ഇതാ അത് ഒന്ന് സ്ലോ ആക്കിയേ. യെസ് പെർഫെക്റ്റോ. പൊക്കോ. ഒരു ആനേനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സത്യം പറഞ്ഞാല്. ആന ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളൊരു ഗട്ട് ഫീലിംഗ് എനിക്ക് അടിച്ചു. പക്ഷെ എവിടെയാണെന്നുള്ളത് നമുക്കറിയില്ല. ആ അത് കുറുക്കൻ. മാനല്ലല്ലോ അത്. കുറുക്കൻ അല്ലല്ലല്ല പട്ടിയത് അതവിടെ കുറുക്കനാണത്. അതിന്റെ വാലുണ്ടല്ലേ കുറുക്കനത്. കയോട്ടിയാ കയോട്ടി ബ്രോ. ഇത് നൈസ് റൂട്ട് കേട്ടോ. ഇത് ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല. ഹലോ 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 ഹായ്. ചാടി ഗോപ്രം കൊണ്ടൊരു പോക്കാം. പിന്നെ ഫുള്ള് കാടിന്റെ വ്ളോഗ്. കാണാൻ ക്യൂട്ടാ. കൊരങ്ങനെയാ അയലേട്ടാ നിങ്ങൾ അതിർത്തി വിട്ട് പോകുന്നുണ്ടാ? ഓക്കെ എക്സിറ്റ് എത്തി. അങ്ങനെ കാട് റൂട്ട് കഴിഞ്ഞു കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അതിന് മുന്നേ നമ്മുടെ ട്രിപ്പ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇനി ട്രിപ്പില്ല. ഇനിയിപ്പം ബാക്ക് ടു നോർമൽ ലൈഫ് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? നല്ലൊരു ട്രിപ്പായിരുന്നു. ഓവറോൾ എക്സ്പീരിയൻസ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. അല്ല എന്നുവെച്ചാൽ എല്ലോറ കേവ്സ് പോകണം, ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഗോവയാ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞില്ല ഗോവ വഴി പോവാന്ന്. ഒന്നുകിൽ പോകുന്ന വഴിയോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിയോ ഗോവ ഒന്ന് ടച്ച് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് അങ്ങനെ നമ്മൾ ഓവറോൾ ആ ഒരു ട്രിപ്പ് എങ്ങനെയാണോ വിചാരിച്ചത് അതിനേക്കാൾ ഒരുപടി മുകളിലേക്ക് ആയി. ഡ്രൈവ് ആണെങ്കിലും സ്ഥലങ്ങൾ കാണുന്നതാണെങ്കിലും എല്ലാം വെർത്തായിരുന്നു. വെർത്ത് സാധനം. 9-ാം തീയതി രാത്രി പോയി 14-ാം തീയതി വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ മാറ്റിയിട്ട് 8-ാം തീയതി രാത്രി പോയിട്ട് 13-ാം തീയതി എത്തുന്ന രീതിയിൽ ഇതാ ആഗ്രഹമുള്ള. അപ്പം ബൈ ബൈ ടാറ്റ. അപ്പടാ പറ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അല്ലേ അഖിലേട്ടാ? സെമ്മല്ലേ? സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നടക്കില്ല. ഒരു ലക്ഷ്യം ഉണ്ടാവണം, അങ്ങോട്ടങ്ങ് പോകണം. വരുന്ന വഴിക്ക് എന്താണോ മൂഡ് അതിനനുസരിച്ചല്ലേ. നമ്മൾ പിന്നെ മുംബൈ പോയി വരാമെന്നെ വിചാരിച്ചു. പക്ഷേ അതിന് പകരം നമ്മൾ ബാംഗ്ലൂർ പിടിച്ചു. അതെ രാജസ്ഥാൻ. അത് പിന്നെ അടുത്ത ട്രിപ്പിലാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അത് ഡ്രോപ്പ് ആക്കിയത്. രാജസ്ഥാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രസമാവട്ടെ ഇരുന്നത്. അടുത്ത ട്രിപ്പിൽ അത് പിടിക്കും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ടൈപ്പ് വ്ളോഗുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വ്ളോഗുകൾ, നാട്ടിൽ നിന്നുള്ള വ്ളോഗുകൾ, വേറെ എന്തെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്ളോഗുകൾ, ഇതുപോലുള്ള ഒരു ലോങ് തന്നെ ഉണ്ടാവില്ല. ഇനിയുള്ളത് ചെറിയ ചെറിയ യാത്രകളും ചെറിയ ചെറിയ പരിപാടികളും, ക്രിസ്മസ്, ന്യൂ ഇയർ അതുപോലത്തെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അതൊക്കെ വരും വഴികളിൽ വരും ദിവസങ്ങളിൽ ഞാൻ അറിയിക്കാം. ഓക്കെ. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക. ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ കാര്യം മറക്കണ്ട. ഇനി അത്രയും ദിവസങ്ങളുള്ളൂ ന്യൂ ഇയർ. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഈ വർഷമെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്ഷൻസ് എടുക്കാൻ വേണ്ടി തുടങ്ങണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുള്ളൂ. ഓക്കെ. അത് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ നിർത്തുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. പീസ്.